റവന്യൂ വകുപ്പിനും മന്ത്രിക്കുമെതിരെ വിമർശനവുമായി സിപിഐ പ്രാദേശിക നേതൃത്വം. ചിന്നക്കനാലിൽ തോട്ടം തൊഴിലാളികൾക്ക് ഭൂമി വിതരണം നടത്തുമെന്ന പ്രഖ്യാപനം നടപ്പിലാക്കാൻ മന്ത്രി കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് സിപിഐ പ്രാദേശിക നേതൃത്വം. വരുന്ന തെരഞ്ഞെടുപ്പിൽ തോട്ടം തൊഴിലാളികൾ വോട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുമെന്നും റവന്യൂ ഭൂമിയിൽ തൊഴിലാളികൾ കുടിൽകെട്ടി വീണ്ടും സമരം ആരംഭിക്കുമെന്നും ചിന്നക്കനാൽ ലോക്കൽ സെക്രട്ടറി യേശുദാസ് റിപ്പോർട്ടറോട് പറഞ്ഞു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. 2019 തോട്ടം തൊഴിലാളികൾ ഈ ഭൂമിയിൽ കുടിൽകെട്ടി നടത്തിയ സമരത്തെ തുടർന്നാണ് കയ്യേറ്റ മാഫിയ വ്യാജ പട്ടയമുണ്ടാക്കി RDS കമ്പനിക്ക് മറച്ചുവിറ്റ 4 ഏക്കറോളം വരുന്ന സർക്കാർ ഭൂമി റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത്. 3 മാസത്തോളമാണ് ഇവിടെ തൊഴിലാളികൾ സമരം നടത്തിയത്. പിന്നീട് സ്ഥലം ഏറ്റെടുക്കുകയും ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. ഭൂമി ഉടൻ തന്നെ ഭൂരഹിതരായ തോട്ടം തൊഴിലാളികൾക്ക് വിതരണം നടത്തുമെന്ന ഉറപ്പിനെ തുടർന്നാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. എന്നാൽ 4 വർഷം പിന്നിടുമ്പോഴും നടപടികൾ എങ്ങുമെത്തിയിട്ടില്ല. ഇതിനിടയിൽ നിരവധി തവണ CPI നേതാക്കൾ റവന്യൂ മന്ത്രിയെ നേരിൽ കണ്ടു. ഏറ്റവും ഒടുവിൽ 2023 ഒക്ടോബർ 23-ന് മന്ത്രിക്ക് നിവേദനം നൽകി. ഇതിൽ നടപടി സ്വീകരിക്കുവാൻ റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. എന്നിട്ടും നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് റവന്യൂ മന്ത്രിയെയും വകുപ്പിനെയും വിമർശിച്ച CPI പ്രാദേശിക നേതൃത്വം രംഗത്തെത്തിയത്. ഇത് നേരെ മിനിസ്റ്റർ താസ്തർക്ക് ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ഭൂമി അളന്ന് ഇവിടെ ഭൂമിയില്ലാത്ത തോട്ടം തൊഴിലാളിയെ കണ്ടെത്തി അവർക്ക് ഉടനെ 5 സെന്റ് വീതം കൊടുക്കാനും അതിൽ ഒരു വീട് പണിയാനുള്ള അവസരം ഉണ്ടാക്കാനുള്ള സമയമേ ഉള്ളൂ. ഇതിനകത്ത് വലിയ കാര്യത്തിൽ പോകേണ്ട കാര്യമില്ല. വിമർശിക്കുക മാത്രമല്ല, പ്രതിഷേധ പരിപാടികൾക്കും തയ്യാറെടുക്കുകയാണ് CPI. ഒപ്പം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊഴിലാളികൾ വോട്ട് ചെയ്യണമോ എന്ന് ആലോചിക്കുമെന്ന മുന്നറിയിപ്പും ഇവർ നൽകുന്നു. ഇനി അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു മറുഘട്ടങ്ങളും ചിന്തിച്ചിട്ട് തൊഴിലാളികൾ ഇവിടെ വോട്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് വീണ്ടും അവിടെ കുടിലിട്ട് തൊഴിലാളികൾ ഒരു സമരത്തിന്റെ വഴിക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കളക്ടർ നടപടികൾ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന ആരോപണവും CPI നേതൃത്വം ഉന്നയിക്കുന്നു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട് എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോൾ തോട്ടം തൊഴിലാളികൾ സമരം ചെയ്ത് പിടിച്ചെടുത്ത സർക്കാർ ഭൂമി എന്തുകൊണ്ട് തോട്ടം തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുവാൻ കഴിയുന്നില്ല എന്നാണ് വകുപ്പ് മന്ത്രിയുടെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ചോദിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. ഈ വാർത്തയിൽ നമ്മൾ മന്ത്രിയുടെ പ്രതികരണവും തേടുന്നുണ്ട്. മന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രതികരിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രേക്കിംഗ് അവേഴ്സിൽ അതിന്റെ പ്രതികരണം വിശദമായി തന്നെ കൊടുക്കാം, അല്ലേ? അതെ.